ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, ദി ലാസ്റ്റ് ഗോസ്പൽ ചാനലിൻ്റെ 230ാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ പീഡാനുഭവ വൃത്താന്തം നാം ശ്രദ്ധയോടെ വായിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ വായനയുടെ രണ്ടാം ഭാഗമാണ് ഈ എപ്പിസോഡ്. ഓശാനയ്ക്ക് ശേഷമുള്ള തിങ്കൾ മുതൽ ബുധൻ വരെയുള്ള സംഭവങ്ങളാണ് ഈ എപ്പിസോഡിൽ നാം ധ്യാനപൂർവ്വം വായിക്കുന്നത്. തിങ്കൾ മുതൽ ബുധൻ വരെ. ഈ ദിവസങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയാൻ കാരണം, ഒരുപാട് സംഭവങ്ങൾ നടക്കുന്ന പ്രസ്തുത ദിവസങ്ങളിലെ വിവരണങ്ങൾ മിക്കതും സുവിശേഷകർ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ക്രമം അനുസരിച്ച് തരംതിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. മത്തായി 21:18 മുതലുള്ള വാക്യങ്ങൾ അനുസരിച്ച് തിങ്കളാഴ്ച രാവിലെ യേശു ബെഥാനിയിൽ നിന്നും യെരുശലേമിലേക്ക് മടങ്ങുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഞായറാഴ്ച രാത്രി യഹൂദന്മാർ ഉപദ്രവത്തിൽ നിന്ന് ഒഴിവായി കിട്ടാനായി യേശു ബെഥാനിയിൽ പോയി പാർത്തു എന്ന് പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിച്ചത്. അതുകൊണ്ട് ഇന്ന് ഈ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ തിങ്കളാഴ്ച രാവിലെ യേശു ബെഥാനിയിൽ നിന്നും യെരുശലേമിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ തനിക്ക് വിശന്നിട്ട് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു അത്തിവൃക്ഷം കണ്ട് അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ അതിനെ ശപിച്ച് ഉണക്കിക്കളഞ്ഞു. യേശുവിൽ നിന്ന് ഒരിക്കലും അങ്ങനെ ഒരു പ്രതികരണം പ്രതീക്ഷിക്കാത്ത നമുക്ക് അത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. എന്നാൽ എൻ്റെ ചിന്തയിൽ പടർന്ന് പന്തലിച്ച് ആരിലും പ്രതീക്ഷ ഉളവാക്കത്തക്ക വിധത്തിൽ നിന്ന അത്തിയെ യെരുശലേം ദേവാലയത്തിൻ്റെ അവസ്ഥയുമായി തട്ടിച്ചു നോക്കിയപ്പോൾ ഇന്നലെ കത്തിജ്വലിച്ച് ചാരം മൂടിക്കിടന്ന തൻ്റെ മനസ്സിലെ കനവുകൾ, ആ കനൽ ആളി കത്തിയതാണ് എന്ന് വ്യക്തമാണ്. പിന്നെ അവൻ ദേവാലയത്തിൽ ചെന്ന് ഉപദേശിക്കാൻ തുടങ്ങിയെന്ന് മത്തായിയും ലൂക്കോസും പറയുമ്പോൾ മർക്കോസ് അവിടെ വളരെ രസകരമായൊരു വാചകം ചേർക്കുന്നുണ്ട്. അവൻ പിന്നെയും യെരുശലേമിൽ ചെന്നു, അവൻ ദേവാലയത്തിൽ ചുറ്റി നടക്കുമ്പോൾ എന്നാണത്. മർക്കോസ് 11:27. അവിടെ തുടർന്ന് നടക്കുന്നതായി 3 സുവിശേഷകരും പറയുന്ന മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും അവൻ്റെ അടുക്കൽ വന്ന്, നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നുവെന്നും ഇത് ചെയ്യാനുള്ള അധികാരം നിനക്ക് തന്നതാരെന്നും അവനോട് ചോദിച്ചു എന്നതും മർക്കോസിൻ്റെ വിവരണവുമായി നന്നായി യോജിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ദേവാലയത്തിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് ശേഷം ഇന്ന് വീണ്ടും വന്ന് ദേവാലയത്തിൽ ചുറ്റി നടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ കലി പൂണ്ട് നടക്കുന്ന ദേവാലയത്തിൻ്റെ സംരക്ഷകർ അവനെ ചോദ്യം ചെയ്യുന്നതിൽ അത്ഭുതമില്ലല്ലോ. തുടർന്ന് യേശു മഹാപുരോഹിതന്മാരോടും ശാസ്ത്രിമാരോടും മൂപ്പന്മാരോടും അവിടെ വന്നുകൂടിയ ജനത്തോടും ഉപദേശിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് സുവിശേഷകർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു 2 പുത്രന്മാരുടെ ഉപമയിലാണ് ആരംഭിക്കുന്നത്. മത്തായി 21:28 മുതൽ 32 വരെ. അവരെ കൊണ്ട് തന്നെ ഉപമയുടെ അർത്ഥം പറയിപ്പിച്ചിട്ട്, നിങ്ങളെക്കാൾ ചുങ്കക്കാരും വേശ്യമാരുമാണ് ദൈവരാജ്യത്തിന് യോഗ്യർ എന്ന് പറഞ്ഞ് അവരെ വെല്ലുവിളിക്കുകയാണ്. മറ്റൊരു ഉപമ കേൾപ്പീൻ എന്ന് പറഞ്ഞ് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ പറഞ്ഞ് ദൈവം അയച്ച പ്രവാചകന്മാരെ മുഴുവൻ കൊന്നുകളഞ്ഞതിന് ശേഷം ദൈവം അയച്ച സ്വന്തം പുത്രനെ കൊല്ലാൻ ആലോചിക്കുന്ന അവരെ വല്ലാതെ വിമർശിക്കുകയാണ്. അതിൻ്റെ ഫലമായി ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാരെ ഏൽപ്പിക്കുമെന്ന് അവരോട് പറയുകയാണ്. മത്തായി 21:33 മുതൽ 44 വരെ. 118-ാം സങ്കീർത്തനം 22-ാം വാക്യം ഉദ്ധരിച്ച്, അവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാക്കി ദൈവം പണിതുയർത്തുന്ന ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട്, നിങ്ങളത് തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ച്, ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകുമെന്നും
അത് ആരുടെ മേലെങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കുമെന്ന് പറഞ്ഞ് അവരെ വെല്ലുവിളിക്കുകയാണ്. മത്തായി 21:42 മുതൽ 45 വരെ, മർക്കോസ് 12:10 മുതൽ 12 വരെ, ലൂക്കോസ് 20:17 മുതൽ 18 വരെ. തുടർന്ന് കല്യാണ വിരുന്നിൻ്റെ ഉപമയിലൂടെ ദൈവം മുന്നമേ വിളിച്ച തൻ്റെ ജനം ദൈവരാജ്യത്തിൻ്റെ വിളിക്ക് ചെവി കൊടുക്കാതിരുന്നാൽ ദൈവം തൻ്റെ പദ്ധതി പൂർത്തീകരിക്കാനായി വഴിവക്കിൽ ചെന്ന് കാണുന്നവരെല്ലാം ക്ഷണിക്കുമെന്നും വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ് എന്നും അവരെ ബോധ്യപ്പെടുത്തുകയാണ്. മത്തായി 22:1 മുതൽ 14 വരെ, ലൂക്കോസ് 14:16 മുതൽ 24 വരെ. അവൻ്റെ ഉപമകളെ മഹാപുരോഹിതന്മാരും പരീശന്മാരും കേട്ടിട്ട് തങ്ങളെക്കൊണ്ട് പറയുന്നു എന്നറിഞ്ഞ് അവനെ പിടിപ്പാൻ അന്വേഷിച്ചുവെന്ന് മത്തായി പറയുമ്പോൾ, മത്തായി 21:45-46, മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തിൽ പ്രധാനികളായവരും അവനെ നശിപ്പിപ്പാൻ തക്കം നോക്കി എന്നാണ് ലൂക്കോസ് പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസ് 19:47. അതിൻ്റെ ഭാഗമായി അവർ പലവിധ കാര്യങ്ങളാണ് ശ്രമിക്കുന്നത്. ആദ്യമായി അവനെ രാജ്യവിരുദ്ധനാക്കാനുള്ള ശ്രമമാണ്. പരീശരും ഹെരോദ്യരും അവനോട്, നിനക്ക് എന്ത് തോന്നുന്നു? കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. മത്തായി 22:15 മുതൽ 22 വരെ, മർക്കോസ് 12:13 മുതൽ 17 വരെ, ലൂക്കോസ് 20:19 മുതൽ 26 വരെ. യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞ് അതിവിദഗ്ധമായി മറുപടി പറഞ്ഞ് അവരെ തന്നെ ആശ്ചര്യപ്പെടുത്തി മടക്കി അയച്ചു. തുടർന്ന് പുനരുദ്ധാനമില്ല എന്ന് പഠിപ്പിക്കുന്ന സദൂക്യർ അവൻ്റെ അടുക്കൽ വന്നു. മരിച്ചുപോയ ആളിൻ്റെ വിധവ ഭർത്താവിൻ്റെ സഹോദരനെ വിവാഹം കഴിക്കുന്ന ലിബറേറ്റ് വിവാഹത്തിൻ്റെ വിഷയം പറഞ്ഞ് പുനരുദ്ധാന വിഷയവുമായി അവനെ പരീക്ഷിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. മത്തായി 22:23 മുതൽ 33 വരെ, മർക്കോസ് 12:18 മുതൽ 27 വരെ, ലൂക്കോസ് 20:27 മുതൽ 40 വരെ. അല്പം പരിഹാസരൂപേണയുള്ള അവൻ്റെ മറുപടിയിൽ പുരുഷാരം മുഴുവൻ വിസ്മയിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പരീശന്മാരുടേതായിരുന്നു അടുത്ത ഊഴം. മത്തായി എഴുതിയിരിക്കുന്നത്, സദൂക്യരെ അവൻ മിണ്ടാതാക്കിയ പ്രകാരം കേട്ടിട്ട് പരീശന്മാർ ഒന്നിച്ചുകൂടി അവരിൽ ഒരു വൈദികൻ അവനെ പരീക്ഷിച്ചു എന്നാണ്. മത്തായി 22:34-40, മർക്കോസ് 12:28-34. ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏതാണ് എന്നാണ് ചോദ്യം. മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷകന്മാർ 2 പ്രാവശ്യം വീതം, അങ്ങനെ ആകെ 6 പ്രാവശ്യം വിശദമായി പ്രതിപാദിച്ചിട്ടുള്ളൊരു വിഷയമാണത്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യവും ലേവ്യ പുസ്തകം 19-ാം അധ്യായം 18-ാം വാക്യവും ചേർത്തുള്ള ഒരു വ്യാഖ്യാനമാണ് അവിടെ എല്ലാം യേശു നൽകുന്നതായി നാം കാണുന്നത്. കർത്താവ് ഇവിടെ പറയുന്ന ഒരു വാചകം ശ്രദ്ധേയമാണ്. ഈ 2 കൽപ്പനകളിൽ ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്നാണത്. മത്തായി 22:40. അതായത് ദൈവവചനത്തിൻ്റെ സത്ത എന്ന് പറയുന്നത് ഈ 2 കൽപ്പനകളാണ് എന്നാണ്. തന്നെ ഇടതടവില്ലാതെ പരീക്ഷിച്ചുകൊണ്ടിരുന്ന പരീശന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കണ്ട് ഒരുപക്ഷെ അവർ അടുത്തതിനായുള്ള ഗൂഢാലോചനകളായിരിക്കാം എന്നാണ് എൻ്റെ വിചാരം. യേശു അവരുടെ അടുത്ത് ചെന്ന് ദാവീദും മശിഹായും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു. അവൻ ദാവീദിൻ്റെ പുത്രനാണ് എന്നവർ പറഞ്ഞു. അപ്പോൾ 110-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാചകം ഉദ്ധരിച്ച് ദാവീദ് അവനെ കർത്താവ് എന്ന് പറയുന്നുവെങ്കിൽ അവൻ്റെ പുത്രനാകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. അവനോട് ഉത്തരം പറയുവാൻ ആർക്കും കഴിഞ്ഞില്ല. അന്ന് മുതൽ ആരും അവനോട് ഒന്നും ചോദിപ്പാൻ തുനിഞ്ഞതുമില്ല എന്നാണ് മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായി 23:45-46 വാക്യങ്ങൾ. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും വായടപ്പിച്ച യേശു അവിടെ കൂടി വന്നിരുന്ന പുരുഷാരത്തോടും തൻ്റെ ശിഷ്യന്മാരോടും പരീശന്മാരെക്കുറിച്ചും ശാസ്ത്രിമാരെക്കുറിച്ചും അതിനിശ്ചിതമായ ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ്. മർക്കോസും ലൂക്കോസും 2-3 വാക്യങ്ങളിലായി സൂചിപ്പിച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ മത്തായി 36 വാക്യങ്ങളിലായി വിശദീകരിക്കുകയാണ്. മത്തായി 23:1 മുതൽ 36 വരെ, മർക്കോസ് 12:38 മുതൽ 40 വരെ, ലൂക്കോസ് 20:45 മുതൽ 47 വരെ. വ്യവസ്ഥാപിത മതത്തിൻ്റെ കാവൽ ഭടന്മാരെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും
തങ്ങൾ പറയുന്നതാണ് അവസാന വാക്ക് എന്ന് ജനത്തെ വിശ്വസിപ്പിക്കുകയും ചെയ്തിരുന്ന ഇക്കൂട്ടരെ അവരുടെ പഠിപ്പിക്കകളെയും ജീവിതത്തെയും ജനത്തിൻ്റെ മുമ്പിൽ നിർദ്ദയം വലിച്ചു കീറി വിമർശിക്കുകയാണ് യേശു. ഈ കൂട്ടരെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞ് ഒന്നിനു പിറകെ ഒന്നായി കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടമെന്ന് പറഞ്ഞ് 8 ശാപോച്ചാരണങ്ങളാണ് ഇവിടെ മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവ നാം ശ്രദ്ധയോടെ വായിച്ചാൽ അവയെല്ലാം ഇന്നത്തെ കാലത്തും ഏറ്റവും പ്രസക്തമാണെന്ന് പറയേണ്ടി വരും. പിന്നെ അവൻ ശ്രീഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണമിടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. മർക്കോസ് 12:41-44. യാദൃച്ഛയായ യേശു അത് കണ്ടതല്ല എന്ന് ലൂക്കോസ് വായിച്ചാൽ മനസ്സിലാകും. ലൂക്കോസ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ തലപൊക്കി നോക്കി ധനവാന്മാർ ഭണ്ഡാരത്തിൽ വഴിപാടിടുന്നത് കണ്ടു. ലൂക്കോസ് 21:1. അതിനിടയിൽ ദരിദ്രയായ ഒരു വിധവ വന്ന് 1 പൈസയ്ക്ക് ശരിയായ 2 കാശിട്ടു. അത് കർത്താവിൻ്റെ ശ്രദ്ധ നേടി എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. അവളുടെ വഴിപാടിൻ്റെ മഹത്വം തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ദേവാലയം വിട്ടുപോകാൻ ഒരുങ്ങുകയാണ്. അവർ ദേവാലയത്തെ വിട്ടുപോകുമ്പോൾ തൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തൻ ദേവാലയത്തിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യത്തെക്കുറിച്ചും മനോഹാരിതയെക്കുറിച്ചും വാചാലനാകുമ്പോൾ യേശു തികച്ചും സർക്കാസ്റ്റിക്കായ അല്ലെങ്കിൽ പരിഹാസാത്മകമായ ഒരു മറുപടി പറഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാണ് അവൻ പറഞ്ഞത്. മത്തായി 24:1-2, മർക്കോസ് 13:1-2. അവൻ ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാണ് അടുത്ത ഭാഗം ആരംഭിക്കുന്നത്. അതായത് അവർ ദേവാലയം വിട്ട് സിയോൻ കുന്നിറങ്ങി കിദ്രോൻ താഴ്വര കടന്ന് ഒലിവ് മലയിലേക്കുള്ള കയറ്റം കയറിയെത്തിയതാണ്. ഒന്നുകിൽ തിങ്കളാഴ്ച സന്ധ്യയ്ക്ക് തന്നെ ഒലിവ് മലയുടെ മുകളിലിരുന്ന് ശിഷ്യന്മാരോട് സംസാരിച്ചതാവാം, അല്ലെങ്കിൽ അന്നും ബഥാനിയയിൽ പോയി വിശ്രമിച്ചിട്ട് ചൊവ്വാഴ്ച രാവിലെ ഒലിവ് മലയിൽ യെരുശലേമിനെ നോക്കിയിരുന്ന് ശിഷ്യന്മാരോട് സംസാരിച്ചതാവാം. ഒലിവറ്റ് പ്രഭാഷണം എന്നറിയപ്പെടുന്ന യേശുവിൻ്റെ അതിപ്രധാന പഠിപ്പിക്കുകയാണ് ഇവിടുത്തെ വിഷയം. 3 സുവിശേഷകരും സവിസ്തരം പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം യുഗാന്ത്യത്തെക്കുറിച്ചും യെരുശലേമിൻ്റെയും യെരുശലേം ദേവാലയത്തിൻ്റെയും നാശത്തെക്കുറിച്ചും ഒക്കെയുള്ള അമൂല്യമായി പഠിപ്പിക്കുകയാണ്. മത്തായി 24:3-31 വരെ, മർക്കോസ് 12:3-37 വരെ, ലൂക്കോസ് 21:5-28 വരെ. അതിൻ്റെ പരിസമാപ്തിയായി സ്വർഗരാജ്യ സ്ഥാപനത്തെക്കുറിച്ചും തൻ്റെ മടങ്ങി വരവിനെക്കുറിച്ചും പറഞ്ഞിട്ട് അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കേണ്ടതിൻ്റെ ആവശ്യകത തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അത്തിയുടെ ഉപമ പറഞ്ഞുകൊണ്ട് ലോകലക്ഷണങ്ങളെ വിവേചിച്ച് ജാഗരൂകരായിരിക്കണമെന്ന് അവരെ ഉദ്ബോധിപ്പിക്കുകയാണ്. യേശു പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്നിരിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. മത്തായി 24:32-42 വരെ, ലൂക്കോസ് 21:29-36 വരെ. ദൈവം തന്ന ഈ ആയുസ് വിശ്വസ്തയോടെ വ്യയം ചെയ്ത് ജാഗരൂകരായി കർത്താവിൻ്റെ മടങ്ങി വരവിനായി എങ്ങനെ ഒരുങ്ങിയിരിക്കണമെന്ന് തുടർച്ചയായ ഉപമകളിലൂടെ തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് യേശു. നല്ല ദാസനെയും ആകാത്ത ദാസനെയും സംബന്ധിച്ച ഉപമയും മത്തായി 24:43-51 വരെ. 10 കന്യകമാരുടെ ഉപമയും മത്തായി 25:1-13 വരെ. താലന്തുകളുടെ ഉപമയും പറഞ്ഞ് മത്തായി 25:14-30 വരെ. അവസാനമായി ന്യായവിധി ദിവസത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളും യേശു ഇവിടെ വ്യക്തമാക്കുകയാണ്. മത്തായി 25:31-46 വരെ. ഈ സമയം മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും കയ്യഫ മഹാപുരോഹിതൻ്റെ മണ്ഡപത്തിൽ കൂടി യേശുവിനെ ഉപായത്തിൽ പിടിച്ചു കൊല്ലുവാനുള്ള ഗൂഢാലോചന നടത്തുകയായിരുന്നു. മത്തായി 26:3-5 വരെ, മർക്കോസ് 14:1-2 വരെ. ഇതേ സമയം യൂദയാകട്ടെ മഹാപുരോഹിതന്മാരുമായി യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിനെക്കുറിച്ച് ധാരണയിലെത്തുകയും അതിനുള്ള അവസരം പാർത്ത് നടക്കുകയുമാണ്. 3 സുവിശേഷകരിൽ ലൂക്കോസാണ് അത് വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നത്. എന്നാൽ 12 കൂട്ടത്തിലുള്ള ഇസ്കരിയോത്ത യൂദായിൽ സാത്താൻ കടന്നു. അവൻ ചെന്ന് മഹാപുരോഹിതന്മാരോടും പടനായകന്മാരോടും അവനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന വഴിയെക്കുറിച്ച് സംസാരിച്ചു. അവർ സന്തോഷിച്ചു.
അവന് ദ്രവ്യം കൊടുക്കാമെന്ന് പറഞ്ഞൊത്തു. ലൂക്കോസ് 22:1-6 വരെ, മത്തായി 26:14-16 വരെ, മർക്കോസ് 14:10-11 വരെ. ലോകരക്ഷകനായി ഈ ഭൂമിയിൽ വന്ന യേശു കർത്താവിനെ തൻ്റെ സ്വന്തം ജനം എങ്ങനെയാണ് സ്വീകരിച്ചതെന്ന്, അങ്ങനെയല്ല, എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് നാം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വായന നമ്മുടെ ആത്മീയ ജീവിതത്തിലെ തീരുമാനങ്ങളെയും സമർപ്പണങ്ങളെയും മികവുറ്റതാക്കുന്നതിന് പ്രയോജനകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പി തോമസ് അച്ഛൻ.